മമ്മൂട്ടി അടിപൊളി, വിനായകൻ അടിപൊളി. പിന്നെ വിനായകനൊക്കെ പൊളിച്ച് പടം അടിപൊളിയാണ്. ക്രൈം ത്രില്ലറാണ്. അത്യാവശ്യം മേക്കിംഗ് എല്ലാം നല്ലതാണ്. ഫ്രെയിമും മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. പറയാനായിട്ട് വേറെ മോശമായിട്ടൊന്നുമില്ല. നമ്മളെ ഇരുത്തി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് പടം എന്താണെന്നുള്ള പടം ഉണ്ട്. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഹൈപ്പായിട്ട് വന്നതല്ല, പക്ഷെ എന്നാൽ കൂടി അത്യാവശ്യം നല്ലൊരു പടമാണ്. നല്ല പടം കാണാൻ എല്ലാവർക്കും നല്ലൊരു. പിന്നെ വിനായകനൊക്കെ പൊളിച്ച് എന്ന് പറയാം. അഭിനയൊക്കെ കൊള്ളായിരുന്നു. വിനായകൻ നല്ല അഭിനയായിരുന്നു, മമ്മൂക്കയും നല്ല അഭിനയായിരുന്നു. പിന്നെ ഒരു ത്രില്ലർ മോഡൽ പടം നല്ല പടമാണ്. ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് സസ്പെൻസ് അവർക്ക് ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് നല്ലൊരു ബെസ്റ്റ് ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ നല്ല രീതിയിൽ വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകനെ സംബന്ധിച്ച് വിനായകന് പോലീസ് വേഷത്തിൽ ആദ്യമായിട്ടല്ല, പക്ഷേ അത് വിനായകനും ഈ പറഞ്ഞ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും ഇങ്ങനൊരു വെറൈറ്റിയാണ്. പോലീസ് വേഷത്തിൽ വെറൈറ്റിയാണ് ആളുടെ ഒരു ക്യാരക്ടർ. മൊത്തത്തിൽ പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ലാസ്റ്റ് ക്ലൈമാക്സ് തൊട്ടുമ്പോൾ ചെറിയൊരു വശത്ത് കവറപ്പ് ചെയ്യുന്നുണ്ട് അവർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിനിമാറ്റോഗ്രഫി ഇപ്പോൾ ടെക്നിക്കൽ സൈഡെല്ലാം പക്കയാണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ ആർട്ട് വർക്ക് ആയാലും എല്ലാം. മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല രസമായിട്ട് കണ്ടിരിക്കാം. അങ്ങനെ ബോറിംഗ് ഒന്നുമില്ല. അടിപൊളി സിനിമ. വിനായകൻ അടിപൊളി. വിനായകനും അടിപൊളി. നല്ല പടം.